എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൂൾസ് ലോ വിശദമായി പരിചയപ്പെട്ടു. ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജവുമായി ബന്ധപ്പെട്ട നിയമമാണ് ജൂൾസ് ലോ. ജൂൾസ് ലോ അനുസരിച്ച് ഒരു ചാലകത്തിൽ കൂടെ വൈദ്യുതി ഒഴുകുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന താപോർജം H=I²RT എന്നുള്ളതാണ്. ഹീറ്റ് എനർജി ജനറേറ്റഡ് H=I²RT. I is the intensity of current, വൈദ്യുത പ്രവാഹ തീവ്രത. R resistance, T time in second. അതും ഓർക്കണം. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ ഓരോന്നിൻ്റെയും ഇൻഫ്ലുവൻസ്, ഓരോന്നിൻ്റെയും സ്വാധീനം, ഓരോ ഘടകത്തിൻ്റെയും ഓരോ ഫാക്ടറിൻ്റെയും സ്വാധീനം മനസ്സിലാക്കണം. അതിന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയെ I എങ്ങനെ സ്വാധീനിക്കും, R എങ്ങനെ സ്വാധീനിക്കും, T എങ്ങനെ സ്വാധീനിക്കും. ഇതിൽ എപ്പോഴും ഓർക്കേണ്ടത് ഏറ്റവും കൂടുതൽ സ്വാധീനം Iക്കാണ്. വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ ഇന്റൻസിറ്റി ഓഫ് കറന്റിനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇത് പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്, വളരെ ശ്രദ്ധിക്കണം. I², ഇവിടെ I² ആണ്. അതിനാൽ വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം. I 2 ടൈംസ് ആയാൽ H 4 ടൈംസ് ആവും. I 3 ടൈംസ് ആയി കഴിഞ്ഞാൽ H 9 ടൈംസ് ആവും. അപ്പോ പ്രോബ്ലംസ് തരും, ഒന്നോ രണ്ടോ സർക്യൂട്ടുകൾ തന്നിട്ട് അതിൽ ഏതിലാണ് കൂടുതൽ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യാന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും ആദ്യം ചിന്തിക്കേണ്ടത് രണ്ട് സർക്യൂട്ടിലെയും I തുല്യമാണോ. I രണ്ടിലും തുല്യമാണെങ്കിൽ പിന്നെ അടുത്തതായിട്ട് സ്വാധീനിക്കുക R ആണ്. നേരെ മറിച്ച് I തുല്യമല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വൈദ്യുത പ്രവാഹ തീവ്രത കൂടിയ സർക്യൂട്ടിലായിരിക്കും മിക്കവാറും താപോർജം കൂടുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന പ്രവർത്തനത്തിലേക്ക് വരാം. ഒരു ടേബിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസ്, ഫസ്റ്റ് കേസിൽ റെസിസ്റ്റൻസ് 2R ആണ്. ഈ H=I²RT ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹീറ്റ് എനർജി ജനറേറ്റഡ്. ഇതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോ ആദ്യത്തെ കേസിൽ R റെസിസ്റ്റൻസ് പറഞ്ഞാൽ R ആണ്. ഈ ടേബിളിലുള്ള ഫസ്റ്റ് കേസിൽ റെസിസ്റ്റൻസ് R=2R എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിന്റെ 2 ടൈംസ് ആണ് റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസ് 2 ടൈംസ് ആയാൽ ഹീറ്റ് എനർജി എത്ര ടൈംസ് ആവും എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിന് നമുക്ക് ഈ ഫസ്റ്റ് വണ്ണിനെ ഇവിടുത്തെ ഹീറ്റ് എനർജി H1 എന്ന് വിളിക്കാം എളുപ്പത്തിന്. H1 ഫോർമുലയിൽ H=I²RT ആണ്. Iക്ക് മാറ്റില്ല, അതിനാൽ I²R. R=2R ആണ്. അപ്പൊ R നെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യണം? 2R. R=2R ആണ്. അപ്പൊ R 2R into T. Then H1 is equal to 2. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 2I²RT. 2I²RT. ഇവിടെ I²RT എന്ന് പറഞ്ഞാൽ എന്താ? H ആണ്. അതിനാൽ ഇതിനെ എങ്ങനെ എഴുതാം? H1 is equal to 2H എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെസിസ്റ്റൻസ് 2 ടൈംസ് ആക്കി കഴിഞ്ഞാൽ ഹീറ്റ് എനർജി 2 ടൈംസ് ആവും. H1 is equal to 2H. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലും നമുക്ക് മനക്കണക്കായിട്ട് ഇത് ചെയ്ത് ഉത്തരം എഴുതാൻ സാധിക്കും. എങ്കിലും ഇങ്ങനെ ചെയ്യുന്നതാണ് ശരിയായ രീതി. അപ്പോ ഇവിടെ ഹീറ്റ് എനർജി എന്ത് വരും? ഹീറ്റ് എനർജി is equal to 2I²RT. ചേഞ്ച് ഇൻ ഹീറ്റ് എത്രയാ? Twice or 2 times. 2 times. മലയാളം മീഡിയംകാർ ഇവിടെ നമ്മൾ 2 മടങ്ങ്, ആദ്യത്തേതിന്റെ 2 മടങ്ങ്. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? റെസിസ്റ്റൻസ് 2 ടൈംസ് ആക്കി കഴിഞ്ഞാൽ ഹീറ്റ് എനർജി 2 ടൈംസ് ആവും. ഇനി അടുത്ത കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ R റെസിസ്റ്റൻസിന് ചേഞ്ച് ഇല്ല. പിന്നെ ഏതാ മാറിയിരിക്കുന്നത്? 2I. ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഡബിൾ ആയി. ഇന്റൻസിറ്റി ഓഫ് കറന്റ് 2 ടൈംസ് ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹീറ്റ് എനർജിക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഇവിടുത്തെ ഹീറ്റ് എനർജി ഇപ്പൊ H2 എന്ന് വിളിക്കാം എളുപ്പത്തിനായിട്ട്. H2 എന്ന് വിളിക്കാം. H2 is equal to ഇവിടെ I is equal to 2I ആണ്. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, I² ആണ്. ഐയുടെ സ്ഥാനത്ത് 2I ഹോൾ സ്ക്വയർ. ഇനി ആറിന് ചേഞ്ച് ഇല്ല. R into T. Then H2 is equal to 2I whole square, 4I²RT. I²RT എന്ന് പറഞ്ഞാൽ എന്താ? H ആണ്. അപ്പൊ H2 is equal to 4H
H2 is equal to 4H എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇതിന്റെ 4 ടൈംസ് ആവും. ഇന്റൻസിറ്റി ഓഫ് കറന്റ് 2 ടൈംസ് ആയി കഴിഞ്ഞാൽ ഹീറ്റ് എനർജി 4 ടൈംസ് ആവും. അവിടെ എന്ത് വരും? 4I² RT 4 ടൈംസ്. മലയാളം എന്ത് എഴുതണം? 4 മടങ്ങ്. 4I² RT 4 മടങ്ങ്. അടുത്ത കേസ് R/2 റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം പകുതിയായ ആ കേസിൽ നമുക്ക് ആ കേസിലെ ഹീറ്റ് ജനറേറ്റഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപോർജ്ജം H3 ആണെങ്കിൽ എന്ത് വരും? H3 is equal to ഐക്ക് ചേഞ്ച് ഇല്ല, I² R. R നെ എങ്ങനെ റീപ്ലേസ് ചെയ്യണം? R/2 into T. Then H3 is equal to I² RT divided by 2 or H3 is equal to H/2 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ, ഇന്റൻസിറ്റി ഓഫ് കറന്റിന് മാറ്റമില്ലാതെ റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. H3 is equal to H/2 ആദ്യത്തേതിന്റെ പകുതിയായി. അപ്പോ ഇവിടെ എന്ത് വരും? I² RT divided by 2 എന്തായി? half of the initial value അല്ലെങ്കിൽ പകുതി. പകുതി, ആദ്യത്തേതിന്റെ പകുതി. ഇനി അടുത്ത കേസിൽ എന്താ? R മാറ്റം വരുത്തിയിട്ടില്ല, I ആണ് മാറ്റം വരുത്തിയത്. I is equal to I/2 ആക്കി മാറ്റി. വൈദ്യുത പ്രവാഹ തീവ്രത പകുതിയാക്കി മാറ്റി. വൈദ്യുത പ്രവാഹ തീവ്രത പകുതിയാക്കിയാൽ ഹീറ്റ് എനർജിക്ക് എന്ത് മാറ്റം വരും? അതിനെ നമുക്ക് H4 എന്ന് വിളിക്കാം. H4 is equal to I/2. ഐയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? I/2 whole square RT. Then H4 is equal to I²/4 RT or H4 is equal to 1/4H. ആദ്യത്തേതിന്റെ 1/4 ആവും, 4/1 ആവും. 1/4. അപ്പൊ I പകുതിയായി കഴിഞ്ഞാൽ I/2 ആണ്, അതിന്റെ സ്ക്വയർ ആണ് ഫോർമുലയില്. അതിനാൽ സ്വാഭാവികമായിട്ടും ആദ്യത്തേതിനേക്കാൾ 1/4 ആയിരിക്കും. അതായത് 4/1 ഹീറ്റ് എനർജി ഉണ്ടാകുന്നു. ഇവിടെ എന്ത് വരും? I² RT divided by 4. ഇവിടെയോ 1/4 of the initial value അല്ലെങ്കിൽ 4/1 കുറയും. വൈദ്യുത പ്രവാഹ തീവ്രത പകുതിയാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന താപോർജ്ജം 4/1 കുറയും. അടുത്തതിൽ ടൈം 2 ടൈംസ് ആക്കാണ്. സമയം ഇരട്ടിയാക്കാണ്. T is equal to 2T. Then H is equal to അതിനെ നമുക്ക് എന്ത് വിളിക്കാം? H5 എന്ന് വിളിക്കാം. H5 is equal to I² R into 2T. Then H5 is equal to ഇതിനെ റീഅറേഞ്ച് ചെയ്യാം 2I² RT or I² RT എന്ന് പറഞ്ഞാൽ H. Then H5 is equal to 2H. സമയം 2 ടൈംസ് ആയി കഴിഞ്ഞാൽ H എത്രയാവും? 2 ടൈംസ് ആവും. അപ്പൊ എത്ര എഴുതി? 2 ടൈംസ്, 2 മടങ്ങ്. മലയാളം മീഡിയംകാര് 2 മടങ്ങ്. ഇനി RIT/2 സമയം പകുതിയായ സ്വാഭാവികമായിട്ടും ഹീറ്റ് എനർജി കുറയണം. എത്രയായിട്ട് കുറയും? ഫോർമുല ആവശ്യമില്ല, അല്ലാണ്ട് പറയാം ഹീറ്റ് എനർജി പകുതിയായിട്ട് കുറയും. ഫോർമുല തെളിയിക്കണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ മതി? H5 is equal to I² R. ടിയുടെ സ്ഥാനത്ത് T/2 which is equal to I² RT by 2, which means that H5 is equal to 1/2H I² RT divided by 2, 1/2H. അപ്പോൾ half of the initial value ആദ്യത്തേതിനേക്കാൾ പകുതിയായി മാറും. അപ്പോൾ ഈ ഐയുടെയും ആറിന്റെയും ടിയുടെയും സ്വാധീനം കൃത്യമായിട്ട് മനസ്സിലാക്കണം. R 2 ടൈംസ് ആയാൽ H 2 ടൈംസ് ആവും, I 2 ടൈംസ് ആയാൽ H 4 ടൈംസ് ആവും, T 2 ടൈംസ് ആയാൽ H 2 ടൈംസ് ആവും. ഇനി I പകുതിയായാൽ 1/4 ആവും, R പകുതിയായാൽ 1/2 ആയിട്ട് മാറും, T പകുതിയായാലും ഹാഫ് ആയിട്ട് മാറും. അപ്പൊ നമ്മള് ജൂൾസ് ലോയില് H is equal to I² RT,
ജൂൾസ് ലോ പഠിച്ചു, ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അതിനുശേഷം IRT, കറന്റ്, റെസിസ്റ്റൻസ്, പ്രതിരോധം, സമയം, ഇത് മൂന്നും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മാത്തമാറ്റിക്കലായിട്ട് കഴിഞ്ഞ ആ ടേബിൾ വഴി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എക്സ്പെരിമെന്റൽ ആയിട്ട് ഈ IRT എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതാണ് ഫിസിക്സിന്റെ രീതി. മാത്തമാറ്റിക്കലായിട്ടും എക്സ്പെരിമെന്റൽ ആയിട്ടും നമ്മൾ സാധാരണ ഫിസിക്സ് പഠിക്കും. അപ്പോൾ ഇവിടെ അത് നമ്മളൊരു സർക്യൂട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ സർക്യൂട്ടിൽ ഒരു സെല്ല് വഴി PQ ആൻഡ് RS, ഈ രണ്ട് കണ്ടക്ടറിൽ കൂടെ നമ്മൾ കറണ്ട് കടത്തി വിടുകയാണ്. ഈ PQയും RSഉം ജലത്തിൽ ഇറക്കി വെച്ചിരിക്കുക, വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. PQ എന്നത് നിക്രോം ആണ്. നിക്രോമിന്റെ പ്രത്യേകത ഹൈ റെസിസ്റ്റൻസ് ആണ്, ഉയർന്ന റെസിസ്റ്റൻസ് ആണ്, ഉയർന്ന പ്രതിരോധം ആണ് നിക്രോം. സാധാരണ ഹീറ്റിംഗ് കോയിലൊക്കെ ആയിട്ട് നിക്രോം ആണ് ഉപയോഗിക്കുക. ഇനി RS എന്നത് കോപ്പർ ആണ്, ചെമ്പാണ്, നമുക്ക് പരിചയമുള്ള മെറ്റലാണ്, റെസിസ്റ്റൻസ് കുറവാണ്. ഇനി ഇത് രണ്ടും, ഈ കണ്ടക്ടർ രണ്ടും കണക്ട് ചെയ്തേക്കുന്നത് ശ്രേണി രീതി അഥവാ സീരീസിലാണ്. ഈ സീരീസും പാരലലും രണ്ട് തരത്തിലുള്ള കണക്ഷൻ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ നമുക്ക് വിശദമായിട്ട് കാണാം. ഇവിടെ ഓർക്കേണ്ടത്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ വൈദ്യുത പ്രവാഹ തീവ്രതയായിരിക്കും, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് കറന്റ് സെയിം ആയിരിക്കും. അതായത് PQയിലൂടെയും RSലൂടെയും ഒഴുകുന്ന കറന്റ് തുല്യമായിരിക്കും. ഇന്റൻസിറ്റി ഓഫ് കറന്റ് സെയിം ആയിരിക്കും ത്രൂ PQ ആൻഡ് RS. അത് നമ്മൾക്ക് ഇനി വേണ്ടി വന്നാൽ വൈദ്യുത പ്രവാഹത്തിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഇന്റൻസിറ്റി ഓഫ് കറന്റിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ഒരു റിയോസ്റ്റാറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ റിയോസ്റ്റാറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കറണ്ട് മെഷർ ചെയ്യാനുള്ള മീറ്ററും ഉണ്ട്. ഇനി കുറച്ച് സമയം നമ്മൾ കറണ്ട് കടത്തി വിടുകയാണ്. കറണ്ട് കടത്തി വിട്ടതിന് ശേഷം ഇവിടെ രണ്ടും ഉണ്ടാകുന്ന ഹീറ്റ് എനർജി നോക്കുകയാണ്. ഹീറ്റ് എനർജി നോക്കാൻ ഈ ജലത്തിലാണ് ഇറക്കി വെച്ചേക്കുന്നത്. അതിലൊരു തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് ടെക്സ്റ്റ് ബുക്കിലെ എക്സ്പെരിമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചർ മെഷർ ചെയ്താൽ രണ്ടിലും ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ആദ്യം ചോദിച്ചേക്കുന്നത് ഓഫ് ദ വാട്ടർ ഇൻ ബീക്കേഴ്സ് A and B, which one got heated more? രണ്ട് ബീക്കറിലും ഏതിലെ വെള്ളമാണ് കൂടുതൽ ചൂട് പിടിക്കുക? കൂടുതൽ ഹീറ്റ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ബീക്കറിലെ വെള്ളം കൂടുതൽ ചൂട് പിടിക്കും. അപ്പൊ ഇവിടെ PQ പ്രത്യേകത നിക്രോമാണ്, RS കോപ്പർ ആണ്. ഞാൻ പറഞ്ഞു PQന് റെസിസ്റ്റൻസ് കൂടുതലാണെന്ന്. റെസിസ്റ്റൻസ് PQന് കൂടുതലാണ്. എപ്പോഴും ആദ്യം ചിന്തിക്കേണ്ടത് ഇന്റൻസിറ്റി ഓഫ് കറന്റ് ആണ്. രണ്ടിലൂടെയും ഒരേ കറന്റ് ആണ് ഒഴുകുക, കാരണം രണ്ടും സീരീസിലാണ്. അപ്പൊ കറന്റ് സെയിം ആണ്. സീരീസ് നമ്മൾ പിന്നെ പഠിക്കും, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. കറന്റ് സെയിം ആണെന്ന് ഓർക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് കൂടിയ PQ ആയിരിക്കും ചുട്ടുപഴുക്കുക, കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാക്കുക. സ്വാഭാവികമായിട്ടും ഇതിലത്തെ വെള്ളം കൂടുതൽ ചൂടാവും. അപ്പോ PQ അല്ലെങ്കിൽ ബീക്കർ A എന്ന് എഴുതാം ആൻസർ. കാരണം എന്താ? നിക്രോം ഹാസ് ഹൈ റെസിസ്റ്റൻസ്. നിക്രോമിന് ഉയർന്ന പ്രതിരോധം ഉള്ളതിനാൽ, മലയാള നിക്രോമിന് ഉയർന്ന പ്രതിരോധം ഉള്ളതിനാൽ, ഉയർന്ന പ്രതിരോധം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്ടാവുക? ഹീറ്റ് എനർജിയും കൂടും. ഓക്കെ. ഇനി അപ്പോ പ്രതിരോധം കൂടിയാൽ, റെസിസ്റ്റൻസ് കൂടിയാൽ ഹീറ്റ് എനർജി കൂടും എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത ഫാക്ടർ നമുക്ക് അത് കൺട്രോൾ ചെയ്യണം. ഇന്റൻസിറ്റി ഓഫ് കറന്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. കൂട്ടാനാണ് എക്സ്പെരിമെന്റിൽ പറഞ്ഞേക്കുന്നത്. ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കറന്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം എത്ര സമയമാണോ കടത്തിവിട്ടത് അതേ സമയം തന്നെ കറന്റ് കൂട്ടിയതിന് ശേഷം കടത്തിവിടുക. അപ്പോ R മാറില്ല, കാരണം Pയും Qയും നമ്മൾ മാറ്റുന്നില്ല. അപ്പൊ റെസിസ്റ്റൻസ് പഴയ തന്നെയാണ്. ആദ്യത്തെ സമയം തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് മാറിയത് ഏതാ? I ആണ്. I കൂട്ടി. അപ്പൊ ആദ്യം 2 മിനിറ്റ് ആണ് നമ്മൾ കറണ്ട് കടത്തി വിട്ടുകയും ചെയ്യാൻ, ഇപ്പോഴും 2 മിനിറ്റ് തന്നെ കടത്തി വിടുക. അപ്പൊ എന്ത് കാണാം? I കൂടിയതിനാൽ രണ്ടിലും ആദ്യത്തേതിനേക്കാൾ ഹീറ്റ് എനർജി കൂടിയിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആസ് I increases, as intensity of current increases, the heat energy also increases. വൈദ്യുത പ്രവാഹ തീവ്രത കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് എനർജി, താപോർജ്ജവും വർദ്ധിക്കും. ചോദ്യതാണ്, വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ്? രണ്ട് ബീക്കറിലും when the current is increased using the rheostat ഉപയോഗിച്ച് കറണ്ട് കൂട്ടിയാൽ അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസസ്. എന്താണ് ഉത്തരം? ടെമ്പറേച്ചർ ഇൻക്രീസസ്. താപനില
കൂടുന്നു, അല്ലെങ്കിൽ ഊഷ്മാവ് കൂടുന്നു എന്നാണ് മലയാളം മീഡിയംകാർ എഴുതുന്നത്. കാരണം എന്താ? ആസ് ഐ ഇൻക്രീസസ്, കറണ്ട് കൂടുമ്പോൾ, കറണ്ട് വർദ്ധിച്ചാൽ എച്ച് ഹീറ്റ് എനർജിയും വർദ്ധിക്കും. അടുത്ത ഫാക്ടർ ടൈമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തേതിനേക്കാൾ കൂടുതൽ സമയം, ആദ്യം 2 മിനിറ്റ് ആണെങ്കിൽ ഇപ്പോൾ 4 മിനിറ്റ് കടത്തി വിട്ട് നോക്കുന്നു. എപ്പോഴാണ് കൂടുതൽ ചൂടായത് എന്ന് നോക്കുന്നു. What was the change that happened to the temperature of water in both the beakers on increasing the time? സമയം കൂടിയാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, സമയം കൂടിയ T കൂടിയാൽ H കൂടും. അപ്പോ എന്തായിരിക്കും ആൻസർ? ആസ് ടൈം ഇൻക്രീസസ് the heat energy also increases. അപ്പൊ ഞാൻ ഇവിടെ ഉത്തരം എഴുതിയിട്ടില്ല. ഉത്തരം നിങ്ങൾ എഴുതി വെക്കണം. ഈ 3 ചോദ്യവും ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഇത് 3ഉം എഴുതി വെക്കണം. ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ ടെക്സ്റ്റ് ഏതെങ്കിലും സംഘടിപ്പിക്കുക. അപ്പൊ ആസ് ടൈം ഇൻക്രീസസ് ഹീറ്റ് എനർജി ഓൾസോ ഇൻക്രീസസ്. മലയാളം മീഡിയംകാര് സമയം വർദ്ധിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജവും വർദ്ധിക്കുന്നു എന്ന് എഴുതണം. അപ്പൊ ജൂൾസ് ലോ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും കൃത്യമായിട്ട് പഠിച്ച് റിവൈസ് ചെയ്യുക. അടുത്തത് ഇനി ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട കണക്കുകളായിരിക്കും നമ്മൾ ചെയ്യുക. ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ രാത്രി 9 മണിക്കും 10 മണിക്കും ഇടയിൽ വിളിക്കാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ 9745193180. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.